അധ്യയന വർഷം കൂടി പടിയിറങ്ങുന്നു. പിന്നെയും പിന്നെയും ഋതുക്കൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുമല്ലോ. എന്നാൽ കൊഴിഞ്ഞുപോയ ഋതുക്കൾ നൽകിയ അനുഭവങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടണമെന്നില്ല. ശിശിരസന്ധ്യയിൽ വാഗപ്പൂക്കൾ കൊഴിയുന്നത് പോലെ, പകൽ പക്ഷികൾ പറന്നകലുന്നത് പോലെ ഈ വിരമിക്കലിലും ചില പൂമൊട്ടുകളും പുതിയ പുലരിയെന്ന പ്രത്യാശയും ബാക്കിയാകുന്നു. വികാരതീവ്രമായ വിടപറയലിനായി നാം ഒത്തുചേർന്ന ഈ വേളയിൽ ഇന്നലകളെ, ഈ സുന്ദരമായ ക്യാമ്പസിനെ ധന്യമാക്കിയ തങ്ങളുടെ അർപ്പണ മനോഭാവം കൊണ്ട് അനന്തമായ വിജ്ഞാന സാഗരത്തെ നീന്തി കയറുവാൻ ഓരോ വിദ്യാർത്ഥിയെയും പ്രാപ്തമാക്കി ജീവിത നഭസിന്റെ വിവിധ തലങ്ങളിൽ അവരെ എത്തിച്ച പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകരിൽ ഏതാനും പേർ ഇന്ന് ഈ ക്യാമ്പസിൽ നിന്നും പടിയിറങ്ങുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആദ്യമായി ഒരു പോളിടെക്നിക് അപേക്ഷിച്ച 5 ബ്രാഞ്ചുകൾക്ക് MBA നേടിയെടുത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന ഈ നിമിഷങ്ങളിൽ അതിനുവേണ്ടിയുള്ള അക്ഷീണ പ്രയത്നങ്ങളിൽ ഭാഗഭാക്കായവരിൽ ചിലരാണ് ഇന്ന് നമ്മിൽ നിന്നും പിരിഞ്ഞു പോകുന്നത്. നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചവരെക്കുറിച്ച് പറയുവാൻ പലപ്പോഴും അക്ഷരക്കൂട്ടുകളും ചലനചിത്രങ്ങളും അപര്യാപ്തമാണെന്നത് ഇവിടെയും ബോധ്യമാകുന്നു. ആ പരിമിതികളുടെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകർക്ക് CPT കുടുംബമൊരുക്കുന്ന യാത്രാമംഗളം. ശ്രീമതി ഉഷാറാണി TO, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി. 1969 ജനുവരി മാസം 11-ാം തീയതി ശ്രീ GT നായരുടെയും ശ്രീമതി ഓമനയമ്മയുടെയും മകളായി തിരുവനന്തപുരം ജില്ലയിൽ ജനനം. സന്ധ്യ, ആദർശ് എന്നിവർ സഹോദരങ്ങളാണ്. ഭർത്താവ് സുരേഷ് കുമാർ R. ഡെപ്യൂട്ടി ഡയറക്ടറായി സ്പൈസസ് ബോർഡിൽ നിന്ന് വിരമിച്ചു. മൂത്ത മകൻ ഗോകുൽ സുരേഷ് CPRI ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. ഇളയ മകൻ രാഹുൽ സുരേഷ് IBM അയർലൻഡിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ തിരുവനന്തപുരം പേരൂർക്കട അമ്പലമുക്കിൽ താമസിക്കുന്നു. 1999 ജൂലൈ 12-ന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഇലക്ട്രോണിക്സ് വിഭാഗം ലെക്ചറർ ആയി GPTC ചേർത്തലയിൽ തൻ്റെ അധ്യാപക ജീവിതത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കൈമനം എന്നിവിടങ്ങളിലെ പോളിടെക്നിക്കുകളിൽ സേവനമനുഷ്ഠിച്ച ടീച്ചർ 2015 വകുപ്പ് മേധാവിയായി പയ്യന്നൂർ, ചേലക്കര, നെയ്യാറ്റിൻകര എന്നീ പോളിടെക്നിക്കുകളിലും സേവനമനുഷ്ഠിച്ചു. തുടർന്ന് 2024 ജനുവരി മുതൽ CPTCയിൽ വകുപ്പ് മേധാവിയായി ചുമതലയേറ്റു. ഇലക്ട്രോണിക്സ് വകുപ്പ് മേധാവി എന്ന പദവിയിൽ നിന്ന് പടിയിറങ്ങുന്ന ശ്രീമതി ഉഷാറാണി ടീച്ചറിനെ സ്ഥാപനത്തിൻ്റെ NBA അക്രഡിറ്റേഷന് കേവലം 1 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പകച്ചു നിൽക്കുന്ന സമയത്ത് ഒരു വസന്തമായി പെയ്തിറങ്ങിയ ടീച്ചർ പിന്നീടങ്ങോട്ട് ഫിനിക്സ് പക്ഷിയെപ്പോലെ ഡിപ്പാർട്ട്മെൻറ്റിനെ കൈപിടിച്ചുയർത്തുന്ന കാഴ്ചയാണ് CPTക്ക് കാണാൻ കഴിഞ്ഞത്. NBA-യുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിൽ ഏറെ പിന്നിൽ നിന്ന ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കേവലം 1 മാസം കൊണ്ട് എങ്ങനെ മുന്നിൽ നിന്ന് പടനയിച്ച് വിജയത്തിലെത്തിച്ചു എന്നത് ടീച്ചറിൻ്റെ കൈകളിൽ ഭദ്രം. 2025 മാർച്ച് മാസം 31-ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ടീച്ചർ, താങ്കൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ CPTCയുടെ സ്നേഹാദരങ്ങൾ. ശ്രീ അനീഷ് കുമാർ മൊറൈസ് C, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ. പ്രകൃതി കനിഞ്ഞരുളിയ ഭൂപ്രകൃതി കൊണ്ട് കേരള വികസനത്തിൻ്റെ മിഴിതുറന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞത്തോട് ചേർന്ന് കിടക്കുന്ന തീരദേശ ഗ്രാമമായ പുല്ലുവിള ആർത്തലച്ചു വരുന്ന വിഴിഞ്ഞത്തെ കപ്പൽ തിരമാലകളിൽ നിന്ന് വ്യത്യസ്തമായി പുല്ലുവിളയിലെ സൗമ്യ തീരത്ത് 1969 മെയ് മാസം 31-ന് ശ്രീ ക്രിസ്തുദാസ് മൊറൈസിൻ്റെയും ശ്രീമതി മേരി എൽബറിൻ്റെയും മകനായി തിരുവനന്തപുരം ജില്ലയിൽ പുല്ലുവിളയിൽ ജനനം. സുനിൽ കുമാർ മൊറൈസ്, ഷേർലി ദാസ് എന്നിവർ സഹോദരങ്ങളാണ്. ഭാര്യ സിനമോൾ അഗസ്റ്റിൻ അധ്യാപികയാണ്. മകൾ മേരി ആൻ്റോണി അനീഷ് BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്.
1991 മുതൽ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂൾ പുല്ലുവിളയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്തു. 2000 ജൂലൈ 12 സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഗവൺമെൻറ് പോളിടെക്നിക് മീനങ്ങാടിയിൽ അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. വനിതാ പോളിടെക്നിക് കൈമനം, വനിതാ പോളിടെക്നിക് കായംകുളം, നെയ്യാറ്റിങ്കര ഗവൺമെൻറ് പോളിടെക്നിക്, IPT ഷൊർണൂർ എന്നീ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടറായി സേവനമനുഷ്ഠിച്ചു. 2016 മുതൽ CPTCയിൽ സേവനമനുഷ്ഠിക്കുന്ന സാർ 2025 മെയ് 31 ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുകയാണ്. പുല്ലുവിള എന്ന ശാന്തതീരത്ത് ഭൂജാതനായതുകൊണ്ടാവാം സൗമ്യതയുടെ പര്യായമാണ് അദ്ദേഹം. സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒതുങ്ങിക്കൂടാതെ എപ്പോഴും ഈ ക്യാമ്പസിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു കായിക പ്രതിഭയ്ക്ക് വേണ്ടി എപ്പോഴും അദ്ദേഹമുണ്ടാകും. സാർത്ഥകമായ ജീവിതം, സൗമ്യനായ മനുഷ്യൻ, നാട്യങ്ങളില്ലാതെ ഒഴുകുന്ന പുഴ പോലെ അദ്ദേഹം ജീവിക്കുമ്പോൾ നമ്മൾ ആദരവോടെ തലകുനിക്കുന്നു. സാർ, അങ്ങേക്ക് CPTCയുടെ സ്നേഹാദരവ്. ശ്രീ സുനിൽ S. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അധ്യാപകൻ. 1969 മെയ് മാസം 30 ശ്രീ P. സുകുമാരൻ നായരുടെയും ശ്രീമതി സരസ്വതി അമ്മയുടെയും മകനായി തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് ജനനം. ശ്രീകല S, അനിൽ S എന്നിവർ സഹോദരങ്ങളാണ്. ഭാര്യ പ്രിയ AS ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ നഴ്സായി സേവനം അനുഷ്ഠിക്കുന്നു. മൂത്ത മകൻ മിഥുൻ സുനിൽ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്നു. ഇളയ മകൾ ലക്ഷ്മി പ്രിയ MSc വിദ്യാർത്ഥിനിയാണ്. 2003 ഫെബ്രുവരി മാസം 3 സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ മോഗ്രൽ പുത്തൂർ THSൽ അധ്യാപക ജീവിതം ആരംഭിച്ചു. GPTC ചേർത്തല, GPTC പുനലൂർ, THS പാല, THS നെടുമങ്ങാട് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനം പകർന്നു നൽകിയ സാർ 2024 ജനുവരി മാസം മുതൽ CPTCയിൽ സേവനമനുഷ്ഠിക്കുകയാണ്. മികച്ച അധ്യാപകനായ അദ്ദേഹത്തിൻ്റെ നൈപുണ്യത്തിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പ്രയാസമേറിയ ഇലക്ട്രിക്കൽ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് വളരെ ലളിതമായി തീർന്നു. 2025 മെയ് മാസം 31 ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. സാർ, താങ്കൾക്ക് CPTCയുടെ സ്നേഹാദരങ്ങൾ. ശ്രീ രഘു S. സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഡെമോൺസ്ട്രേറ്റർ. 1969 ഏപ്രിൽ മാസം 6 ശ്രീമാൻ K. സോമശേഖരൻ്റെയും ശ്രീമതി H. സരോജത്തിൻ്റെയും മകനായി തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് ജനനം. ഭാര്യ ദേവിക IP അമ്പലത്തറ കോർട്ടോവ പബ്ലിക് സ്കൂളിൽ ലൈബ്രറിയനായി പ്രവർത്തിക്കുന്നു. മൂത്ത മകൾ ആദ്രിക D. രഘു +2 വിദ്യാർത്ഥിനിയാണ്. ഇളയ മകൾ രഞ്ജിക D. രഘു 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. രജു S, രജുല S എന്നിവർ സഹോദരങ്ങളാണ്. തിരുവനന്തപുരം വെള്ളനാട് മിത്രാനികേതനിൽ താമസിക്കുന്ന സാർ 2001 ഏപ്രിൽ മാസം 5 സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഉള്ളൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ തൻ്റെ അധ്യാപന ജീവിതത്തിന് തുടക്കം കുറിച്ചു. MTI തൃശൂർ, GPTC മുട്ടം, GPTC കോട്ടയം, CET തിരുവനന്തപുരം എന്നീ സ്ഥാപനങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. 2023 ഓഗസ്റ്റ് മാസം മുതൽ CPTയിൽ ഡെമോൺസ്ട്രേറ്ററായി സേവനമനുഷ്ഠിക്കുന്ന സാർ 2025 ഏപ്രിൽ 30 സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. മികച്ച അധ്യാപകൻ, സ്നേഹസമ്പന്നനായ സഹപ്രവർത്തകൻ. സാർ, അങ്ങയ്ക്ക് CPTCയുടെ സ്നേഹാദരങ്ങൾ. ശ്രീ ഗോപകുമാർ GS കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗം അധ്യാപകൻ. 1969 ഫെബ്രുവരി മാസം 12 ആറ്റിങ്ങൽ അവനവഞ്ചേരി എന്ന സുന്ദര ഗ്രാമത്തിൽ ശ്രീ ഗോപാലകൃഷ്ണൻ നായർ, ശ്രീമതി ശ്യാമള നായർ ദമ്പതികളുടെ രണ്ടാമത്തെ മകനായി ജനിച്ചു. ഭാര്യ ലക്ഷ്മി CV KSRTCയിൽ ജോലി ചെയ്യുന്നു. മകൾ നന്ദന ഗോപൻ BTech സിവിൽ എഞ്ചിനീയറിംഗ് അവസാന വർഷ വിദ്യാർത്ഥിനിയാണ്. മകൻ നന്ദഗോപൻ BTech സിവിൽ എഞ്ചിനീയറിംഗ് 2ാം വർഷ വിദ്യാർത്ഥിയാണ്. സാർ ഇപ്പോൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മരുതുംകുഴിയിൽ താമസിക്കുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം NSS കോളേജിൽ നിന്ന് BSc മാത്തമാറ്റിക്സ് പൂർത്തിയാക്കി. ശേഷം PGDCA, NCVT എന്നീ കോഴ്സുകൾ വിജയിച്ചു. 1993 കെൽട്രോണിൽ അപ്രന്റീസ് ട്രെയിനിയായി. 1994 മുതൽ 99 വരെ കെൽട്രോണിൻ്റെ വെള്ളയമ്പലം, കരകുളം, കണ്ണൂർ,
ബ്രാഞ്ചുകളിൽ IT ഡിവിഷനിൽ ജോലി ചെയ്തു. 2004 സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലെ ഗവൺമെൻറ് പോളിടെക്നിക് കടുത്തുരുത്തിയിൽ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. GPTC പെരിയ, GPTC ചേലക്കര, GPTC ആറ്റിങ്ങൽ, GPTC നെയ്യാറ്റിങ്ങര, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം, CPTC വട്ടിയൂർക്കാവ്, ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പൈനാവ്, CET തിരുവനന്തപുരം, DPI തിരുവനന്തപുരം, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നീ സ്ഥാപനങ്ങളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 2024 ജൂലൈ 4 വീണ്ടും CPTയിൽ എത്തിയ സാർ ഇക്കാലമത്രയും തൻ്റെ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകി പ്രിയപ്പെട്ട അധ്യാപകനായി. 2025 മാർച്ച് മാസം 31 ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന വേളയിൽ ജീവിതത്തിലെന്ന പോലെ തന്നെ തൻ്റെ കർമ്മമേഖലയിലും പുലർത്തുന്ന ആത്മാർപ്പണമാണ് അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം. കഠിനാധ്വാനമാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. സാർ, നിഷ്കളങ്കമായി താങ്കൾക്ക് CPTയുടെ സ്നേഹാശംസകൾ. ശ്രീ ജയകുമാർ K, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം, ജനറൽ വർക്ക്ഷോപ്പിലെ അധ്യാപകൻ. 1969 മെയ് മാസം 24 ശ്രീമാൻ K കൃഷ്ണപിള്ളയുടെയും ശ്രീമതി ജഗദമ്മയുടെയും മകനായി തിരുവനന്തപുരം വട്ടപ്പാറയിൽ ജനനം. ഭാര്യ ഉഷാകുമാരി I വീട്ടമ്മയാണ്. മൂത്ത മകൻ ജിതേഷ് ജയു MA എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ്. ഇളയ മകൾ ജിതന്യ ജയു 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. തിരുവനന്തപുരം വട്ടപ്പാറയിൽ സ്ഥിരതാമസമായ സാർ 2003 നവംബർ 11 സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ CPTയിൽ ജോലിയിൽ പ്രവേശിച്ചു. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം, GPTC വെണ്ണിക്കുളം, GPTC ആറ്റിങ്ങൽ, THS എഴുകോൺ എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് തൻ്റെ അറിവുകൾ പകർന്നു നൽകി. 2024 ജൂലൈ 8 മുതൽ CPTയിൽ ട്രേഡ് ഇൻസ്ട്രക്ടറായി സേവനമനുഷ്ഠിക്കുന്ന സാർ 2025 മെയ് മാസം 31 ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഈ പടിയിറക്കത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം നന്മ നിറഞ്ഞ സ്നേഹാർദ്രമായ മുഖങ്ങൾ. സാർ, താങ്കൾക്ക് CPTCയുടെ സ്നേഹാദരങ്ങൾ. പ്രിയരെ, കാലഘട്ടത്തിൻ്റെ അനിവാര്യതയിൽ നിങ്ങൾ യാത്ര ചെയ്ത നൗക തീരമണയുകയാണ്. CPTക്ക് ഈ മഹാസാഗരത്തിലൂടെ ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. യാത്ര എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അവസാനമില്ലാത്തതെന്നാണല്ലോ. ഓരോ യാത്ര ചോദിക്കലും മടങ്ങിവരവിൻ്റെ അന്തർദാഹങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നു. യാത്ര ചൊല്ലി പിരിയുന്നവരെ നിങ്ങൾക്ക് മടങ്ങി വരാതിരിക്കാനാവില്ല. തിരമാലകൾ പോലെ നിങ്ങൾ മടങ്ങിവരും. ഈ ഊഷ്മളമായ സൗഹൃദങ്ങളുടെ പഞ്ചാരമണൽ പരപ്പിലേക്ക്, പ്രസന്നമായ പ്രഭാതങ്ങളിലേക്ക്, ഈ കലാലയത്തിൻ്റെ പ്രൗഢമായ പൈതൃകത്തിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്. വിജ്ഞാന തീർത്ഥാടകരെ, നിങ്ങൾ മടങ്ങി വന്നുകൊണ്ടേയിരിക്കും. ആ വിജ്ഞാന യാത്രയിൽ നിങ്ങളുടെ സേവന കാലഘട്ടം തങ്കലിപികളിൽ തന്നെ എന്നും തിളങ്ങും. വിടവാങ്ങലിന് ശേഷവും ജീവിതം കൊണ്ട് നിങ്ങൾ തീർത്ത മഹത്വമാർന്ന മാതൃക ഈ ക്യാമ്പസിൻ്റെ ഇടനാഴികളിൽ പ്രതിധ്വനിക്കും. ഇടിമുഴക്കങ്ങളായി തുടരും. നിങ്ങൾ പകർന്ന ഊർജം ഞങ്ങൾക്കുള്ള വെളിച്ചമാകട്ടെ. ഇനിയുള്ള നിങ്ങളുടെ ശോഭനമായ ജീവിതയാത്രയിൽ ഈ സ്മരണകൾ ജ്വലിച്ചു നിൽക്കട്ടെ. അകലെ എന്നാലും മനസ്സിൽ നമ്മളെന്നും അടുത്തു തന്നെയായിരിക്കും. വരും തലമുറയ്ക്കായി നിങ്ങൾ കരുതിവെച്ച സ്വപ്നങ്ങളും നന്മകളും ഞങ്ങൾ കാത്തുവെക്കുന്നുണ്ട്. കരുതലോടെ, സ്നേഹത്തോടെ CPT കുടുംബത്തിൻ്റെ യാത്രാമംഗളങ്ങൾ.